അണപൊട്ടി ഒഴുകുന്ന ആരാധക രോഷവും വികാരവും ശമിപ്പിക്കാൻ വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഹൃദയത്തുടിപ്പായ ഹൃദയചോരനായിട്ടുള്ള ഇവാൻ വുക്കോമാനോവിച്ചിനെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള ചർച്ചകൾ അണിയറയിൽ നടക്കുന്നുണ്ട് എന്നുള്ള റൂമറുകൾ തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഇവാൻ വുക്കോമാനോവിച്ച് തന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇന്നലെ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നു. അതിന്റെ തലക്കെട്ട്, അതിന്റെ ക്യാപ്ഷൻ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു? ഇജാതി മാസ്, കൊല മാസ് ഐറ്റം. ഈ ഒരു അവസരത്തിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ക്യാപ്ഷനാണ് ഒരു ദിവസം മുമ്പേ നമ്മുടെ ആശാൻ ഇൻസ്റ്റയിൽ ചാർത്തി വെച്ചിരിക്കുന്നത്. മാസ് എന്ന് പറഞ്ഞാൽ ഇതാണ് മാസ്. അതിന്റെ ഒരു വീഡിയോ ഞാൻ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് അധികം ആരും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ ഒന്നുകൂടി ചെയ്യുന്നതേ ഉള്ളൂ. ആശാന്റെ ക്യാപ്ഷൻ ഇങ്ങനെയാണ്: വിസ്ഡം കം വിത്ത് വിൻഡർ. പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പൗരുഷവും പാറക്കഷ്ണങ്ങളും പർവ്വതങ്ങളും അവിടെ നിൽക്കട്ടെ, ശിലകളുടെ ഘടനയും ശക്തിയും നൽകപ്പെടുന്നത് പർവ്വതങ്ങൾക്കും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥാനങ്ങൾക്കും അനുസരിച്ചാണെന്ന് ചിലരൊക്കെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ശിലകൾക്ക് യഥാർത്ഥ കരുത്തും ഘടനയും നൽകുന്നത് അവയുടെ ചലനങ്ങളാണ് എന്ന് ചിലർ തിരിച്ചറിയുന്നില്ല. ശൈത്യം എല്ലാ വർഷവും വന്നു പോകുന്നത് പോലെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും ചിലർ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ തീരുമാനങ്ങൾ എത്രമാത്രം പ്രധാനപ്പെട്ടതായിരുന്നു എന്ന്, അവരുടെ തീരുമാനങ്ങൾ തെറ്റായിരുന്നുവെന്ന് കാലം തെളിയിക്കുമ്പോൾ മാത്രമാണ് അവർക്ക് ബോധ്യം വരിക. ശൈത്യകാലത്തിന് ശേഷം അവർക്ക് തിരിച്ചറിവുണ്ടാകും, ജ്ഞാനം വരും, വിസ്ഡം വരും എന്ന് ഇവാൻ വുക്കോമാനോവിച്ച് പറയുമ്പോൾ ആ വരികളിൽ നിന്ന് എന്തൊക്കെ നിങ്ങൾക്ക് ഈ സാഹചര്യങ്ങളുമായി ചേർത്ത് വെച്ച് വായിക്കാൻ കഴിയുമോ അതെല്ലാം ഒന്നുകൂടി എടുത്തു വെച്ച് വായിക്കൂ. ഇവാന്റെ വാക്കുകൾക്ക് 1000 അർത്ഥങ്ങളുണ്ട്. ആ മനുഷ്യനെ പുച്ഛിച്ച് പരിഹസിച്ച് 1 കോടി രൂപ ഫൈനും അടിച്ചു വെച്ച് വിട്ടവന്മാരൊക്കെ ഇപ്പൊ ആ മനുഷ്യന്റെ കാല് പിടിക്കാൻ തയ്യാറായി നിന്നാൽ പോലും ആള് വരുമോ എന്നുള്ളത് സംശയമാണ്. പക്ഷേ ആശാൻ ഈ മണ്ണിനോടും ഇവിടുത്തെ ആരാധകരോടുള്ള സ്നേഹം ഏറെ പ്രസിദ്ധമാണ്. ഇവിടുത്തെ ആരാധകർക്ക് നാഥനായി വരാൻ പുള്ളിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ചിലരൊക്കെ അയാളോട് ചെയ്ത കൊടും പാതകങ്ങളും ചതികളും അയാൾക്ക് ഇങ്ങനെ മറക്കാൻ കഴിയും. ബലിയാടായി അയാളെ പടമുരിച്ച് വിടാനായിരുന്നു ചിലർക്കൊക്കെ താല്പര്യം. അവരുടെയൊക്കെ തീരുമാനങ്ങൾ തെറ്റായിരുന്നുവെന്ന് കാലം തെളിയിക്കുന്നു. ആ തെറ്റ് തിരിച്ചറിയുമ്പോഴായിരിക്കും അവർക്ക് തിരിച്ചറിവുകൾ വരിക. അതെ, ശിലകൾക്ക് ശക്തിയും ഘടനയും നൽകുന്നത് പർവ്വതങ്ങളല്ല, അവയുടെ ചലനങ്ങളാണ്. ഇവാന്റെ വാക്കുകൾ വളരെ വ്യക്തമായി പറയുന്നു: വാട്ട് ആർ മെന്റ് ടു റോക്സ് ആൻഡ് മൗണ്ടെയിൻസ്? Just a movement that creates their shape. Some people say that the mountains create our shapes and characters. Some people believe that the winter is a part of year when we take important decisions. Some people do not realize how important decisions are until they make wrong ones. Wisdom comes with winters. ശൈത്യത്തിനൊപ്പം തിരിച്ചറിവ് കൂടി വരും. ശൈത്യകാലം പോലെ എല്ലാ വർഷവും വന്നു ചേരുന്നതാണ് ചില തീരുമാനങ്ങളെന്ന് ചിലർ വിശ്വസിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ആ തീരുമാനങ്ങൾ എത്രമാത്രം പ്രധാനപ്പെട്ടതായിരുന്നു എന്ന് തിരിച്ചറിയുന്നത് അവ തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെടുമ്പോഴാണ്. ശൈത്യകാലം വരുമ്പോൾ അതിനൊപ്പം പരാജയം വരുമ്പോൾ അതിനൊപ്പം തിരിച്ചറിവ് കൂടി വരുന്നുണ്ട്. ശിലകൾക്ക് ശക്തിയും ഘടനയും സ്വഭാവം നൽകുന്നത് പർവ്വതങ്ങളല്ല, അവയുടെ ചലനങ്ങളാണ്. ഇവാന്റെ വാക്കുകൾക്ക് 1000 അർത്ഥങ്ങളുണ്ട്, 1000 അർത്ഥങ്ങൾ. ഈ വാക്കുകളൊക്കെ തന്നെ പോരെ അളിയ ആശാന്റെ മാസ് എന്താണെന്ന് അറിയാൻ.